ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു ASB അക്കാഡമി. എല്ലാവർക്കും ASB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കമ്പനി ബോർഡ് എലിജിസ് ഉണ്ട് അല്ലെ? കമ്പനി ബോർഡ് എലിജിസ് എല്ലാവർക്കും ഇപ്പൊ അറിയാം. ആപ്ലിക്കൻസിന്റെ എണ്ണവും കാര്യങ്ങളും എല്ലാം നമുക്ക് വന്നിട്ടുണ്ട്. അതിൽ വലിയൊരു ഇടിവും കാര്യങ്ങളും എല്ലാം നമുക്ക് എന്തിട്ടുണ്ട്, നിലവിൽ കമ്പനി ബോർഡ് എലിജിസിന്റെ ആപ്ലിക്കൻസിന്റെ എണ്ണത്തിൽ നമുക്ക് വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ അത്രയും ഒരു ഇടിവ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അത് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ കട്ട് ഓഫിനെ എഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം മാർക്ക് വാങ്ങിയാലാണ് കമ്പനി ബോർഡ് എലിജിസിന്റെ കേസിൽ അതൊരു സേഫ് സ്കോർ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതെല്ലാം ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് അല്ലെ? അപ്പോൾ ഓൾറെഡി നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തേക്കാൾ ഏകദേശം 2 ലക്ഷത്തിലധികം ആപ്ലിക്കൻസിന്റെ എണ്ണമാണ് നിലവിൽ എന്ത് ചെയ്തിരിക്കുന്നത്, കമ്പനി ബോർഡ് എലിജിസിന്റെ കേസിൽ ആകെ നമുക്ക് കുറവുണ്ടായിരിക്കുന്നത്. അപ്പൊ അതൊന്ന് അനലൈസ് ചെയ്യണം, അല്ലെങ്കിൽ എത്രത്തോളമാണ് സാധ്യത, അല്ലെങ്കിൽ എത്രത്തോളം മാർക്ക് വാങ്ങണം എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ഇയറിലെ കട്ട് ഓഫും ഡീറ്റെയിൽസ് നമ്മൾ നോക്കാം. അപ്പൊ ലാസ്റ്റ് ഇയറിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം 76.67 ആയിരുന്നു ലാസ്റ്റ് ഇയറിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അവിടെ എപ്പോഴും പറഞ്ഞാണ്, കമ്പനി ബോർഡ് എലിജിസ് എടുത്താലും BF എടുത്താലും നമുക്ക് പലപ്പോഴും ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഹൈ കട്ട് ഓഫ് ആണ് അല്ലെ? 75-ൽ താഴെ എന്നുള്ളൊരു കേസ് ഏതിന്റെ കേസിൽ വരുന്നില്ല, കമ്പനി ബോർഡ് എലിജിസിന്റെ കേസിൽ വരുന്നില്ല. പക്ഷെ ഇത്രയും ഒരു ഹൈ കട്ട് ഓഫ് ആയിട്ട് പോലും എന്തുകൊണ്ട് ഇത്രയും അധികം ആളുകൾ ലിസ്റ്റിലേക്ക് വരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയധികം നിയമനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാര്യം കട്ട് ഓഫ് കൂടുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് 2 കാര്യമാണ്. ഒന്ന്, ഡിഗ്രി ഹോൾഡേഴ്സിനും എന്ത് ചെയ്യാൻ പറ്റാറുണ്ട്, എക്സാം എഴുതാനായിട്ട് പറ്റാറുണ്ട് അല്ലെ? ഡിഗ്രി ഹോൾഡേഴ്സിനും എന്ത് ചെയ്യാനായിട്ട് പറ്റാറുണ്ട്, അവിടെ എക്സാം എഴുതാനായിട്ട് പറ്റാറുണ്ട്. അതുപോലെ തന്നെ ആപ്ലിക്കൻസിന്റെ എണ്ണവും ഏറ്റവും അധികം കൂടിയ എക്സാമുകളിൽ ഒന്നും കൂടിയാണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന പോലെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ കമ്പനി ബോർഡ് എലിജിസ് എന്ന് പറയുന്നത് അല്ലെ? പക്ഷെ എന്തുകൊണ്ട് ഡിഗ്രി ഹോൾഡേഴ്സിന്റെ എണ്ണം കൂടുമ്പോൾ കട്ട് ഓഫ് ഇത്രയും കൂടുന്നു എന്ന് ചോദിച്ചാൽ, ഡിഗ്രി ഹോൾഡേഴ്സ് എക്സാം എഴുതുന്നു എന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെ ക്വസ്റ്റ്യൻ ലെവൽ എപ്പോഴും എന്ത് തന്നെയാണ്, ഒരു 10th ലെവൽ റേഞ്ചിലേക്ക് തന്നെ വരാറുള്ളൂ അല്ലെ? ഒരു ബേസിക് ലെവൽ അല്ലെങ്കിൽ വളരെ ഡിഫിക്കൽട്ടി ലെവൽ നോക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു എക്സാം ആണ് ഏതെന്ന് പറയുന്നത്, കമ്പനി ബോർഡ് എലിജിസ് എന്ന് പറഞ്ഞാൽ അല്ലെ? അതുകൊണ്ട് 2 ഓപ്ഷനാണ് PSCക്ക് മുമ്പിൽ വരുന്നത്. ആപ്ലിക്കൻസിന്റെ എണ്ണം കൂടുമ്പോൾ ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻ ടഫ് ആക്കുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എളുപ്പമാക്കിയിട്ട് കട്ട് ഓഫ് കൂട്ടുക. PSCനകത്ത് ഏതാണ് ചെയ്തിരിക്കുന്നത്, 2ാമത്തെ ഓപ്ഷനാണ് ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ലെവൽ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി കുറച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കട്ട് ഓഫ് ഉയർത്തിക്കൊണ്ട് മാക്സിമം ആളുകളെ എന്ത് ചെയ്യുക, അതിലേക്ക് എടുക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് PSC സ്വീകരിച്ചത്. പക്ഷെ എന്തുകൊണ്ട് അതല്ലേ നല്ലത്? കാരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഈ ഒരു ഹൈ കട്ട് ഓഫ് എന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ 76 മാർക്ക് എന്നൊക്കെ കാണുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പ്രയാസമുള്ള ഒരു മാർക്ക് അല്ല കമ്പനി ബോർഡ് എലിജിസിന്റെ കേസിൽ. ഈ 75+ മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പ്രയാസമുള്ള ഒരു മാർക്ക് അല്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അല്ലെ? ഹൈ കട്ട് ഓഫ് ആണ് നിങ്ങളുടെ ടെൻഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ച് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്ക് തന്നെയാണ് ഈ ഒരു കട്ട് ഓഫ്. കാരണം ഏറ്റവും ബേസിക് ലെവലിലുള്ള ടോപ്പിക്സ് മാത്രമാണ് നിങ്ങൾ എക്സാമിന് വേണ്ടി കവർ ചെയ്യേണ്ടത്. അത് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ടിൽ PYQs നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ റിവിഷൻ കണ്ടക്ട് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു മാർക്കിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നേരത്തെ ക്ലാസ്സിലോട് പറയുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഡെയിലി സ്റ്റഡി പ്ലാന്റെ ബേസിസിൽ എപ്പോഴും പഠിക്കുക എന്ന് പറയുന്നത് അല്ലെ? അതായത് നമ്മൾ ഓരോ ദിവസവും എന്ത് പഠിക്കണം എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ വേണം. ഞാൻ പറഞ്ഞല്ലോ, ഒരു 120 ഡേയ്സിന്റെ പ്ലാൻ ആണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ? 120 ദിവസം എന്ന് പറയുമ്പോൾ മാക്സിമം ഏർലി സിലബസ് കവർ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് PYQ ഓറിയന്റഡ് ആയിട്ടുള്ള റിവിഷൻസ് എന്ത് ചെയ്യുക, കണ്ടക്ട് ചെയ്യുക. അങ്ങനെ റിവിഷൻ കണ്ടക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, എല്ലാവരും പഠിക്കുന്നുണ്ട്, എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അതിനപ്പുറത്തേക്ക് ഒരു ഹയർ ലെവലിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ഓർഡിനറി പ്രിപ്പറേഷൻ നമുക്ക് എന്താണ് ആവശ്യമാണ് അല്ലെ? സോ ഈ ഒരു 120 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാന്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്ന പോലെ സ്റ്റാർട്ടിങ് മുതലേ നല്ല അടുക്കും ചിട്ടോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഏരിയയിൽ നിന്നും മാർക്ക് നഷ്ടമാകാതെ എളുപ്പത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് എന്ന് പറയുന്നത് കമ്പനി ബോർഡ് എലിജിസ് എന്ന് പറയുന്നത് അല്ലെ? മാത്രമല്ല ഈ ഒറ്റ പഠനത്തിലൂടെ കമ്പനി ബോർഡ് എലിജിസ്, VFA, അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന BEVCO-LD, ഈ 3 നോട്ടിഫിക്കേഷൻ, ഈ 3 പോസ്റ്റുകൾക്ക് വേണ്ടി ഒരേ പഠനം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, എഫക്റ്റീവ് ആയിട്ട് എക്സാം എഴുതാനായിട്ട് പറ്റും. സോ എല്ലാവരും അത് ശ്രദ്ധിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞാൽ 76 ആണ് കട്ട് ഓഫ്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇത്തവണ എന്ത് ചെയ്തിട്ടുണ്ട്, ആപ്ലിക്കൻസിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ കട്ട് ഓഫ് കുറയാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് പലരുടെയും സംശയം. ലാസ്റ്റ് ഇയറിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ലിസ്റ്റിൽ ഏകദേശം 4038 പേരാണ് ലാസ്റ്റ് ഇയറിൽ എന്ത് ചെയ്തിരിക്കുന്നത്, മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് അല്ലെ? സപ്ലിമെന്ററി ലിസ്റ്റിലാണെങ്കിൽ 4055 പേരും വന്നിട്ടുണ്ട്. ഡിഫറൻറ്റ് ലേബിൾഡ് കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 120 പേരും. അങ്ങനെ ആകെ 8213 പേരാണ് ഇതിന്റെ ലിസ്റ്റിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ടോട്ടൽ വന്നിട്ടുള്ളത് അല്ലെ? ഇതിൽ നിന്നും എത്ര പേർക്ക് ആപ്ലിക്കൻസ്, അല്ലെങ്കിൽ എത്ര പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് എന്നുള്ളത് നോക്കിയാൽ, ഈ നമ്മളുടെ ഏറ്റവും ലേറ്റസ്റ്റ് അഡ്വൈസ് സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2522 പേർക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നിലവിൽ അഡ്വൈസ് പോയിരിക്കുന്നത്. അപ്പൊ 2522 അഡ്വൈസ് നോക്കിയേ എത്രയാണ്. നമ്മൾ മെയിൽ കാറ്റഗറിയിൽ ലാസ്റ്റ് റാങ്ക് 2072, 2040 ഫീമെയിൽ കാറ്റഗറി വരെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പറയുന്ന പോലെ അഡ്വൈസ് പോയിരിക്കുന്നത്. അപ്പൊ ഇത്രയും അഡ്വൈസ് ആണ് പോയിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ കട്ട് ഓഫ് ഈ വന്നിരിക്കുന്നെങ്കിൽ പോലും ഏകദേശം ഈ പറയുന്ന 8000 സംതിങ് ടോട്ടൽ വന്നിരിക്കുന്നതിൽ എത്ര പേർക്കാണ് പോയിരിക്കുന്നത്, 2522. സോ ഈ കട്ട് ഓഫ് മാത്രം സ്കോർ ചെയ്യാന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെയായിരിക്കണം, 80+ മാർക്സ് തന്നെ ആയിരിക്കണം. അതിനകത്ത് ഒരു കോംപ്രമൈസും ഉണ്ടായത്. കാരണം മറ്റൊന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ കട്ട് ഓഫിനെ അഫക്ട് ചെയ്യുന്ന 2 കാര്യമാണ്. അതിനകത്ത് 2 കാര്യങ്ങൾ വരും. ഒന്ന് ആപ്ലിക്കൻസിന്റെ എണ്ണം,
ഒന്ന് എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവൽ. ഇതിൽ ആപ്ലിക്കൻസിന്റെ എണ്ണം എന്നുള്ളത് നിലവിൽ നമുക്ക് എന്തായിട്ട് വന്നിട്ടുണ്ട്, പോസിറ്റീവ് ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം ആപ്ലിക്കൻസിന്റെ എണ്ണം എന്താണ്, കുറവാണ്. സ്വാഭാവികമായിട്ട് ആപ്ലിക്കൻസിന്റെ എണ്ണം കുറയുമ്പോഴത്തേക്ക് അവിടെ കട്ട് ഓഫ് കൂടാനാണോ കുറയാനാണ് ചാൻസ്? കുറയാൻ തന്നെയാണ് ചാൻസ്, ആപ്ലിക്കൻസിന്റെ എണ്ണം കുറയുമ്പോഴത്തേക്ക് അല്ലെ. പക്ഷെ അത് മാത്രം ബേസ് ചെയ്തിട്ടാണോ കട്ട് ഓഫ് വരുന്നത്? അല്ല. കൃത്യമായിട്ട് എത്ര വരും നമ്മൾ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവലും കൂടെ വരണം. എക്സാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലെവലിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, എക്സാം വളരെ സിമ്പിൾ ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കട്ട് ഓഫ് ഉയരാനുള്ള ചാൻസസ് എന്താണ്, വളരെ കൂടുതലാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വർഷം പോലും കമ്പനി കോളേജസിന്റെ എക്സാം വളരെയധികം സിമ്പിൾ ആയിരുന്നു. സോ ആ ഒരു രീതിയിൽ ഈ പറയുന്ന പോലെ എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവൽ വളരെയധികം താഴുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ കട്ട് ഓഫ് വളരെയധികം 80 പോലും അല്ലെ 85 റേഞ്ചിലേക്കുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ അത് നമുക്ക് ഇപ്പോഴൊന്നും പ്രെഡിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ആപ്ലിക്കൻസിന്റെ എണ്ണം കുറഞ്ഞു എന്നുള്ള നമുക്കൊരു പോസിറ്റീവ് ആണെങ്കിൽ പോലും ഒരിക്കലും കമ്പനി ബോർഡ് ലിസ്റ്റിന്റെ കട്ട് ഓഫ് ലെവൽ നിലവിലുള്ളതിനേക്കാൾ താഴേക്ക് പോകും എന്ന് നിങ്ങൾ എന്ത് ചെയ്യണ്ട, പ്രതീക്ഷിക്കേണ്ട. സോ നമ്മുടെ ടാർഗറ്റ് എപ്പോഴും എന്ത് തന്നെയായിരിക്കണം, ഈവൻ 75 റേഞ്ച് തന്നെ കട്ട് ഓഫ് വന്നാൽ പോലും ജോലി ഉറപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ടാർഗറ്റ് ചെയ്യേണ്ടത് ഈ 80+ മാർക്സ് എന്നുള്ളതിനായിരിക്കും. 85 റേഞ്ചിലേക്കൊക്കെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ജോലി ഉറപ്പിക്കാനാണ് സാധിക്കുന്നത്. പിന്നെ യാതൊരു കൺഫ്യൂഷൻ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ 80, 85, 90 എന്ന് കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമായിട്ട്, പക്ഷെ സ്റ്റിൽ ഞാൻ പറയുന്നു കമ്പനി ബോർഡ് എൽജിഎസ് എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവൽ വെച്ചിട്ട് നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്ക് തന്നെയാണ് 80+ മാർക്സ് എന്ന് പറയുന്നത്. ആ 80+ മാർക്സ് കിട്ടാൻ നിങ്ങൾ ഇന്ന് മുതൽ പഠിക്കണം എന്ന് വെച്ചാൽ ഞാൻ പറയുന്നു ഓൾറെഡി പഠിച്ചു തുടങ്ങിയവരുണ്ട്. നിങ്ങൾ ഇന്ന് മുതൽ അടുക്കും ചിട്ടയോടുകൂടി പഠിച്ചു തുടങ്ങിയാൽ പോലും ഈ ഒരു 80+ മാർക്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് ഇതെന്ന് പറയുന്നത്, കമ്പനി ബോർഡ് എൽജിഎസ് എന്ന് പറയുന്നത്. സോ അതിനു വേണ്ടിയാണ് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു പ്ലാൻ പറയുന്നത്. ഒരൊറ്റ പഠനം, 3 ഇമ്പോർട്ടന്റ് പോസ്റ്റുകൾ നിങ്ങൾ ഒരൊറ്റ പഠനത്തോടെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ കമ്പനി ബോർഡ് എൽജിഎസിന് 80+ മാർക്സ് ആണ് നിങ്ങളുടെ ടാർഗറ്റ് എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് എന്താണ് ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു സിലബസ് ആണ് ഇതിന് വരുന്നത്, ആക്ച്വലി കമ്പനി ബോർഡ് എൽജിഎസിന് വരുന്നത്. സോ അങ്ങനത്തെ യാതൊരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ സിലബസ് കവർ ചെയ്യാന്നുള്ളത് മാത്രമാണ് ഒരു ടാർഗറ്റ്. സിലബസ് എല്ലാവരും കവർ ചെയ്യും. സിലബസ് കവർ ചെയ്തതിനു ശേഷം നമ്മളത് എത്രത്തോളം തറവാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്, നമ്മുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ആ അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ടൈംലി റിവിഷൻസ് കണ്ടക്ട് ചെയ്യണം. സിലബസുകളിൽ നമ്മൾ മാക്സിമം നേരത്തെ കവർ ചെയ്തിട്ട് അത്രയും സമയം നമുക്ക് എന്തിനു കിട്ടിയാണ്, നമുക്ക് റിവിഷൻ വേണ്ടി കിട്ടിയാണ്. അത് വെറും റിവിഷൻ ആണോ, PYQ ഓറിയന്റഡ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സസ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അറ്റൻഡ് ചെയ്യണം. സോ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ട എല്ലാ ഫെസിലിറ്റീസും എല്ലാ ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എക്സ്ക്ലൂസീവ് ബാച്ച് ആണ് നമ്മുടെ VFA ബെവ്കോ LDC കമ്പനി ബോർഡ് എൽജിഎസ് 3-in-1 ബാച്ച് എന്ന് പറയുന്നത്. നിങ്ങൾ ഇനി ഒരു എക്സാം മാത്രമേ എഴുതുന്നുള്ളൂണെങ്കിൽ ഇതിന് ഓരോന്നിനും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബാച്ചസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3 എഴുതുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കമ്പൈൻ ബാച്ച് എന്ത് ചെയ്യാൻ ചൂസ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഇതാണ് പറഞ്ഞെങ്കിൽ നിങ്ങൾ എത്രയും വേഗം എന്ത് ചെയ്യാം, താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം സ്ക്രോളിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവൈലബിൾ ആയിരിക്കും. സോ എത്രയും പെട്ടെന്ന് വിളിക്കാം. അറിയാലോ നമുക്ക് ഏറ്റവും വലിയ ചലഞ്ച് ആയിട്ട് വരുന്ന 2 കാര്യങ്ങൾ, ഒന്ന് ന്യൂ SCRT 2026 എക്സാംസിലായിരിക്കും. ഇതുവരെ നടന്ന എക്സാമുകൾ അത്രയും കാര്യമാക്കേണ്ട കാര്യമില്ല. 2026-ലും 2027-ലും ഒക്കെ വരാൻ പോകുന്ന എക്സാമുകൾക്ക് ന്യൂ SCRT എന്ന് പറയുന്ന വലിയൊരു ക്വസ്റ്റ്യൻ ബാങ്ക് തന്നെയാണ്. കാരണം അതിൽ ഈ അടുത്ത വർഷമായിരിക്കും കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ന്യൂ SCRT നിങ്ങൾക്ക് ഒരു ചലഞ്ച് ആവില്ല, നമ്മൾ ഉറപ്പ് വരുന്നു. കാരണം SCRTയുടെ ചാപ്റ്റർ വൈസ് ക്ലാസ്സസ് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കറന്റ് അഫയേഴ്സ് നമുക്ക് ഡെയിലി, വീക്ക്ലി, മന്ത്ലി ബേസിസിൽ സെക്ഷൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ പഠിത്തവും നടക്കും, റിവിഷനും നടക്കും. സോ അതിന്റെ കേസിൽ നിങ്ങൾ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. സോ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ആ 80+ മാർക്കാണ് നിങ്ങളുടെ ടാർഗറ്റ്, ജോലി ഉറപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാർഗറ്റ് എന്നുണ്ടെങ്കിൽ എത്രയും വേഗം സ്ക്രോളിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾ കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിന്റെ കൂടുതൽ ഇൻഫർമേഷൻസും അപ്ഡേറ്റ്സും എല്ലാമായിട്ട് ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് നമുക്ക് കാണാം. അതുവരെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എത്രയും വേഗം അഡ്മിഷൻസ് എടുത്തിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ സീ ഓൾ ദ ബെസ്റ്റ്.